ഞാൻ ഈ ഡിസ്ട്രിക്റ്റിന്റെ മകനാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ അച്ഛനും അമ്മയും ജനിച്ചു വളർന്ന നാടാണ് പാലക്കാട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇറങ്ങി പ്രചരണം ചെയ്ത് കണ്ട ജനങ്ങളുടെ ആവേശവും ഊർജയും, ഇന്ന് ഒറ്റപ്പാലത്ത് വരുന്ന വഴിക്ക് കണ്ട ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും കാണുമ്പോൾ എൻ്റെ ആത്മവിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. ഈ വിജയം നമ്മളുടെ ആയിരിക്കും, എനിക്കൊരു സംശയമില്ല. നമുക്കൊരു പൊന്ന് സ്ഥാനാർത്ഥി കിട്ടിയിട്ടുണ്ട്. പി.കെ. ശശിയുടെ പേര് നല്ല പേരാണ്, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ അത് രണ്ടും മാത്രമല്ല നമ്മൾക്ക് ഒരുമിച്ചുള്ളത്. ഒരേ പേര് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജനാധിപത്യത്തിന് വേണ്ടി വാദിച്ചു. അദ്ദേഹം നല്ല കഷ്ടപ്പെടുത്തിട്ട് ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചു. ഞാനും എന്റെ പാർട്ടിയുടെ അകത്ത് അത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. രണ്ടാളും ഞങ്ങളുടെ രീതിയിൽ പരാജയപ്പെട്ടു. പക്ഷേ എന്റെ പാർട്ടി എന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കി. അദ്ദേഹത്തിന്റെ പാർട്ടി നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് നമ്മളുടെ അടുത്തേക്ക് അയച്ചു തന്നു. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മാറി വന്നു. ഞാൻ പി.കെ. ശശിയെ കുറിച്ച് നല്ലോണം അറിയാം. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഒരേ പാർട്ടിയിൽ സഹകരിച്ചില്ല എന്ന് കൂടി ചില കാര്യങ്ങൾ കേട്ടു. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ്റെ ആസ്തി ഞാൻ മുങ്ങിയ ഭാരതപ്പുഴയിൽ അവിടുത്തെ തീരദേശ ആൾക്കാർക്ക് കുടിവെള്ളമില്ലാത്ത സ്ഥിതിയിൽ ഇദ്ദേഹം ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് ഇപ്പൊ കൂടി സംസാരമാണ്. കുടിവെള്ള പ്രശ്നങ്ങൾ ഒറ്റപ്പാലെന്ന് പലർക്കും അറിയാം. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രതിനിധി, അനുഭവിക്കുക ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു പ്രതിനിധി ഉണ്ടാവുന്ന ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഒപ്പം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഇടയിൽ ജനിച്ച് വളർന്ന് നടന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പി.കെ. ശശി. നിങ്ങളുടെ ഓരോരോ ആവശ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആശങ്കയും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് പി.കെ. ശശി. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദം നിയമസഭയിൽ കേൾപ്പിക്കാൻ കഴിവുള്ള ഒരു ജനപ്രതിനിധിയായിരിക്കും പി.കെ. ശശി. അതിൻ്റെ ഒപ്പം നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ, നമ്മുടെ സ്വാഗത പ്രസംഗിയൻ ചൂണ്ടിക്കാണിച്ച പോലെ, ഈ നാട്ടിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല 5 വർഷക്കാലം. ആ സ്ഥിതി മാറ്റാൻ കഴിവുള്ള ഒരു ജനപ്രതിനിധിയാണ് പി.കെ. ശശി. വരാൻ 3 വർഷങ്ങളിൽ നിങ്ങൾ അദ്ദേഹത്തിനെ നിയമസഭയിൽ അയച്ചാൽ എനിക്ക് ഒരു സംശയവുമില്ല, ഒറ്റപ്പാലത്ത് മുഖചരിത്രം മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടാവും. അത് പറഞ്ഞപ്പോഴൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ശ്രീ പി.കെ. ശശി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം നിയമസഭയിൽ പോകുന്നത് ഒരു വ്യക്തിയായിട്ട് മാത്രമല്ല, ഒരു മുന്നണിയുടെ ഒരു ഭാഗമായിട്ട്. ഞങ്ങളുടെ ഉദ്ദേശമാണ് ഈ 10 വർഷക്കാലം കണ്ട ദുർഭരണത്തെ മാറ്റി ഒരു പുതിയ ഒരു സർക്കാർ കൊണ്ടുവരാൻ. ഈ സർക്കാർ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ ആയിരിക്കണം. ഞങ്ങൾ മാത്രമേ ഈ 3 പാർട്ടികളുടെ ഇടയിൽ, ഈ 3 മുന്നണിയുടെ ഇടയിൽ നാളെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, നമ്മുടെ യുവാക്കളുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ നാടിന്റെ ഒരു കുഴപ്പമാണ്, നമ്മൾ യുവ മലയാളികളൊക്കെ ഈ സംസ്ഥാനം വിട്ട് അന്യ സംസ്ഥാനം, അന്യ നാട്ടിലേക്ക്, അന്യ രാജ്യങ്ങൾക്ക് പോകുന്നു. കാരണം അവർക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ കാണുന്നില്ല, ജോലി സാധ്യതകൾ കാണുന്നില്ല. അതിനെ മാറ്റാൻ നമുക്ക് നല്ല കഴിവുള്ള, നാളെ കുറിച്ച് ചിന്തിക്കുന്ന പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വ്യക്തിബന്ധങ്ങളും അന്താരാഷ്ട്രീയ ബന്ധങ്ങളും ഉള്ള ഒരു ഐക്യജനാധിപത്യ മുന്നണി കൊണ്ടുവന്നാൽ, സർക്കാർ കൊണ്ടുവന്നാൽ നമുക്ക് ഈ നാടിന്റെ ഭാവിയെ മാറ്റാൻ സാധിക്കും. നമ്മുടെ അച്ഛനമ്മമാർക്ക് അറിയാം, ഇവര് വീട്ടിലെ മക്കളില്ലാത്തതിന്റെ ദുഃഖം. അതിനെയൊക്കെ മാറ്റി യുവാക്കളെ ഇവിടെ നിലനിർത്തണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പുതിയ ഒരു രീതിയിലത്തെ ചിന്ത വേണ്ടി വരും. നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റും സംഭരണം കൊണ്ടുവരേണ്ടി വരും ഈ സംസ്ഥാനത്ത്. അതിനുവേണ്ടിയുള്ള ആവശ്യമുള്ള സഹായം നമ്മൾ ചെയ്യും. അതിനൊപ്പം പുതിയ മേഖലയെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ബയോജെനറ്റിക്സ്, ബയോടെക്നോളജി ഒരു പുതിയൊരു മേഖലയാണ്. 3 മാസം മുമ്പ് കേന്ദ്ര സർക്കാർ സ്പേസ് ടെക്നോളജിയിൽ കൂടി പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സമ്മതിച്ചു. കേരളം അതിനെ സ്വീകരിക്കണം. കേരളം ഒരു കാലത്ത് സ്പേസിന്റെ 1ാം സംസ്ഥാനമായിരുന്നു. നമ്മൾക്കാണ് VSSC തുമ്പയിലുമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ എവിടെയുമല്ല, ബാംഗ്ലൂരിലാണ് ഇസ്രോയുടെ തലസ്ഥാനം. നമ്മൾ വീണ്ടും ഈ പുതിയ നിയമത്തെ എടുത്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. ഇന്ത്യയിലത്തെ ഏക ഒറ്റ സ്പേസ് യൂണിവേഴ്സിറ്റി കേരളത്തിലാണ്. അതിന്റെ ഗുണം കിട്ടാനും അതിന്റെ ഗ്രാജുവേഷൻ വരുന്ന നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരം കേരളത്തിൽ കൊടുക്കാനും നമ്മൾ സ്പേസ് ടെക്നോളജിയും സ്വീകരിക്കണം. നമ്മുടെ തീരദേശം ഭയങ്കര നീളമുള്ള തീരദേശമുണ്ട്. എനിക്കറിയാം, പാലക്കാട് കുറച്ച് ദൂരമാണെങ്കിലും ഈ തീരദേശത്തിൽ നമ്മൾ തുറമുഖ വഴി വികസനം കൊണ്ടുവരാൻ സാധിക്കണം. ഓരോരോ കപ്പലുകൾ പുതിയ ടൂറിസം വഴിക്ക് ക്രൂസ് ചെയ്യുന്ന ഓരോ രാജ്യങ്ങളിൽ കേരള അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കണം.
നമ്മുടെ തീരദേശത്തിന് നമ്മുടെ വിലയിരുത്തണം, നമ്മുടെ മുതലാക്കണം.